ഇത്രയും നാൾ നമ്മൾ സ്റ്റേ ചെയ്തതിൽ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ഹോട്ടൽ എന്ന് തന്നെ ഈ ഒരു ഹോട്ടലിനെ നമുക്ക് വിശേഷിപ്പിക്കാം കേട്ടോ. കാരണം ഇവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ ഭയങ്കര സൂപ്പറാണ്. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവിധ കാര്യങ്ങളും അവർ അറേഞ്ച് ചെയ്ത് തരാൻ വെരി ക്വിക്ക്ലി ആയിട്ട് തന്നെ അവരെല്ലാം അറേഞ്ച് ചെയ്ത് തരും. പിന്നെ ഇവിടെ അഫോർഡബിൾ പ്രൈസേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് റൂമൊക്കെ നമുക്ക് നല്ല പ്രീമിയം ഡീലക്സ് റൂമൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം റൂമിലെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. റൂമിൽ തന്നെ നമുക്കൊരു ടീപ്പോയി, സിറ്റിംഗ് ഏരിയ, ചെയറൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് നോക്കിയാൽ തന്നെ നമുക്കൊരു വ്യൂ കാണുന്നത് ശരിക്കും നമ്മുടെ മുന്നിൽ തന്നെ നമ്മുടെ കടലുള്ള രീതിയിലാണ് കേട്ടോ. റൂമൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു വാർഡ്രോബാണ്. നമുക്ക് ലോക്കർ ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമുണ്ട്. പിന്നെ ലോണ്ട്രിയുടെ ഒരു ഐറ്റമായിട്ട് അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിന് തൊട്ടിപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളത്. പിന്നെ നമ്മളങ്ങനെ എല്ലാവരും കൂടെ റൂമിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അതിനുശേഷം വേണം നമുക്കൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ചൊക്കെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ലഞ്ച് ഇന്ന് എന്താ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ വെജ് ഫ്രൈഡ് റൈസും പിന്നെ അതുപോലെ നമ്മുടെ മഷ്റൂമിൻ്റെ ഡ്രൈ ആയിട്ടുള്ളൊരു ഡിഷും ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ കഴിക്കുന്നതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ഈ മഷ്റൂമൊക്കെ അടുത്ത് കൊണ്ടുവച്ചപ്പോൾ ഉണ്ടല്ലോ, ഒയ്യോ ഒന്നും പറയണ്ട, വായിന്ന് അങ്ങനെ കപ്പലോടാനുള്ള വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ ആർത്തി കൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഇന്ന് ഫുള്ള് ഫിനിഷ് ചെയ്യണം, നന്നായിട്ട് ഫുഡ് കഴിക്കണം, കുറേ ട്രാവൽ ചെയ്ത് വന്നതല്ലേ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കറി വാങ്ങിച്ചിട്ട് നമ്മൾ കുറേ പേരിങ്ങനെ ഷെയർ ചെയ്തൊക്കെ കഴിക്കുകയൊക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസായിരുന്നു കേട്ടോ, ഒരു ഷുഗറോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാതെ തന്നെ. അതിനുശേഷം നമ്മൾ റൂമിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം വൈകിട്ടൊരു കോഫി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വിത്ത് ഒണിയൻ പക്കോട. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ്, അതിനേക്കാൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടിയെങ്കിലേ ഉള്ളൂ കേട്ടോ. പിന്നെ വൈകുന്നേരം നമ്മളിന്നൊന്ന് ബീച്ച് സൈഡൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ എന്തായാലും ഒരു കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഉഷാറുണ്ടാവുമല്ലോ. നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് എപ്പോൾ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഫുഡ് 10:30 വരെ ഉണ്ട് കേട്ടോ ഇവിടെ. റെസ്റ്റോറൻറ്റ് 10:30 വരെ ഉണ്ട് നൈറ്റ്. നമുക്ക് എന്ത് വേണമെങ്കിലും അപ്പോൾ ഓർഡർ ചെയ്യാനും വേണ്ടി പറ്റും. നല്ല ഒരു ഭയങ്കര കംഫർട്ടായിരുന്നു എന്തായാലും സ്റ്റേ. ഒന്നും പറയാനില്ല, വേറൊരു സംഭവം എനിക്ക് പറയാൻ കിട്ടണില്ല. അതിനുശേഷം വൈകിട്ട് ഞാൻ ക്യാപ്പൊക്കെ ഇട്ട് റെഡ് സ്കേർട്ടൊക്കെ ഇട്ടിട്ട് നല്ല സുന്ദരിയായിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുമായിരുന്നു കേട്ടോ. ബീച്ചിൽ പോയിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ബീച്ചിലൂടെ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവിടുന്നാണ് നമ്മുടെ ഹോട്ടലിലേക്കുള്ള ഈ ഒരു വ്യൂ ഇവിടുന്നാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മേഘയോട് പറയുന്നു, ഞാനിങ്ങനെ നടന്ന് വരുന്നതൊന്നും ഒരു വീഡിയോ എടുത്ത് തരണം കേട്ടോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നടന്ന് വരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ ഭയങ്കര ലക്ഷറി ഫീലും തോന്നും. പക്ഷെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസേ ഉള്ളൂ കേട്ടോ. ഒരു ഫാമിലിയൊക്കെ സ്റ്റേ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു 3000 രൂപയ്ക്കൊക്കെ ഇപ്പോൾ നമ്മൾക്ക് ബീച്ച് സൈഡ് മുന്നിൽ തന്നെയാണ് ബീച്ച്. ഇത്രയും ഒരു വ്യൂ പോയിൻറ്റിൽ ഇത്രയും നമുക്കൊരു കംഫർട്ടായിട്ട് വേറൊരു സ്റ്റേ കിട്ടും എന്നുള്ളത് 100% ഉറപ്പാണ്. വേറെ എവിടെയും കിട്ടില്ല എന്നുള്ളത്. ഈ മാൽപ്പേ ബീച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സെൻറ്റ് മേരീസ് ഐലാൻഡ് അടക്കമുണ്ട് കേട്ടോ. നമുക്കിവിടുന്ന് ബോട്ടിൽ ഒരു 10-20 മിനിറ്റോളം പോകാൻ വേണ്ടി പറ്റും. ഞാൻ കോളേജിൽ IV ടൂറ് പോയ സമയത്ത്, IV അല്ല മെയിൻ ടൂറ് പോയ സമയത്താണ് ഈ ഒരു മാൽപ്പേ ബീച്ചിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് എല്ലാവരും കൂടെ. അതിനുശേഷം സെക്കൻഡ് ട്രിപ്പായിട്ടുള്ളതും ഈ ഒരു ടൂർ തന്നെയാണ് കേട്ടോ. എനിക്കതുകൊണ്ട് ഭയങ്കര രണ്ട് തമ്മിലും നല്ലൊരു ഓർമ്മകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു.
ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒട്ടകത്തിനെ കാണാൻ പറ്റി. അപ്പം ഞാൻ വിചാരിച്ചു, അയ്യോ ഒട്ടകത്തിനെ യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടിയതിൽ എനിക്കതിൻ്റെ പുറത്തൊന്ന് കയറിയിരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറത്ത് കൂടെ ഒരു റൈഡ് ചെയ്യണം എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, ഇന്ന് വേണോ നാളെ വേണോ എന്നുള്ള ആഗ്രഹം. കാരണം ഞാൻ സ്കേർട്ട് ഇട്ടതുകൊണ്ട് അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് എനിക്കത്ര കംഫർട്ടായിരിക്കില്ല. കാരണം കാലും കൈയൊക്കെ അങ്ങനെ പൊങ്ങിയിരിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു എന്നാൽ നാളെ മതിയോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്തത് കൊണ്ട് നമുക്ക് എല്ലാം അടുത്ത് തന്നെ ആക്സസബിൾ ആയിട്ടുള്ളത് കൊണ്ട് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്ട്രീറ്റിൽ നമുക്ക് വൈകിട്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും എല്ലാം ഭയങ്കര ഈസി ആയിട്ട് തോന്നി. കാരണം തൊട്ടടുത്താണല്ലോ റിസോർട്ട് വന്നിട്ടുള്ളത്, നമ്മുടെ ഈ ഒരു ഹോട്ടൽ വന്നിട്ട് തൊട്ടടുത്തല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഹോട്ടലിലേക്ക് പോകാം. പിന്നെ ഇവർക്ക് 3 റെസ്റ്റോറൻറ്റുകളാണുള്ളത്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് നൈറ്റിന് ഈ റെസ്റ്റോറൻറ്റിലേക്ക് പോകാനൊക്കെ വേണ്ടിയിട്ട് ഉള്ള പ്ലാനൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ എന്തായാലും റൂമിലേക്ക് എത്തി ഒന്നൊരു നീരാടിയിട്ട് നമുക്കൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്കൊന്നുകൂടെ റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് ഓർത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു. ഇവിടെ നമ്മുടെ ദീപം കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 സൈഡും ഇങ്ങനെ ഈ ഒരു വിളക്കിൽ ദീപം കത്തിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ആംബിയൻസ് ആണ്, ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട്, ഒരു ഒച്ചപ്പാടോ ബഹളോ ഒന്നുമില്ലാതെ. ബീച്ചിൻ്റെ സൈഡാണ് നമ്മൾ സ്റ്റേ ചെയ്യണമെന്ന് പോലും നമുക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാലേ അറിയുള്ളൂ. പിന്നെ ഒരു വ്യൂ ഉള്ളത് നമുക്ക് നമ്മളുടെ റൂമിൽ നിന്ന് ബീച്ച് കാണാൻ പറ്റും എന്നുള്ളതും കൂടിയാണ് കേട്ടോ. രാവിലത്തെ സൺറൈസും സൺസെറ്റൊക്കെ അപ്പോൾ അതുകൊണ്ട് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പുറത്തിറങ്ങാതെ തന്നെ നമുക്ക് റൂമിലിരുന്ന് തന്നെ കാണാനും പറ്റും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു പൂളിൻ്റെ സൈഡാണ്. പൂള് നമുക്ക് 7 മണി വരെ വൈകിട്ട് ഓപ്പൺ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്നത്തെ ദിവസം നമ്മളിത് അറിയാത്തതുകൊണ്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ബബിൾ ബാറാണ് കേട്ടോ. നമുക്ക് അവിടെ ഫുഡും കഴിക്കാൻ പറ്റും, പിന്നെ നോർമൽ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉള്ളതും കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ഈ ഒരു റിസോർട്ടിന് നേരെ തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടുത്തെ നൈറ്റിലെ ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് കിടന്ന് ഉറങ്ങിപ്പോകും കേട്ടോ. കാരണം സൈഡിലൊരു ചെറിയൊരു കുഞ്ഞ് വാട്ടർഫോൾ ഉണ്ട്, ലൈറ്റും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല രസമാണ് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനൊരു മോക്ടെയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ട് ആപ്പിളൊക്കെ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്രഷ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇതിൻ്റെ ടേസ്റ്റ് വന്നിട്ട്. പിന്നെ കൂടെ നമുക്ക് ഇത്തിരി കഴിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കടി കടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആപ്പിളിൻ്റെ പീസ് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഗാർണിഷ് ചെയ്തിട്ട് മേലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു ഹെൽത്തി, നമുക്ക് നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ആംബിയൻസിൽ ഫുഡ് കഴിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇത് നെമോസ് ആണ് കേട്ടോ. നമ്മുടെ ഈ ഒരു റിസോർട്ടിൻ്റെ തന്നെ ഇവരുടെ തന്നെ പ്രോപ്പർട്ടിയാണ് നെമോസ്, അതുപോലെ ബബിൾ ബാറും വന്നിട്ടുള്ളത്. ഇത് രണ്ടും നമുക്ക് ഫുഡിൻ്റെ ഏരിയയിൽ പെട്ടൊരു സംഭവമാണ്. നിങ്ങൾ ആരെങ്കിലും മാൽപ്പേ അതുപോലെ അവിടെ എവിടെയെങ്കിലും നിങ്ങൾ ഉടുപ്പിയോ എവിടെയെങ്കിലും നിങ്ങൾ ടൂർ പോകുന്ന സമയത്ത് നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ ഒരു ഹോട്ടലിലൊന്ന് സ്റ്റേ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങൾക്ക് വേറൊരു വൈബാണ്. കാരണം ഇത്രയും ലക്ഷറി ഹോട്ടലിൽ നമ്മൾ വിചാരിക്കും ഒരു പെർ ഡേ ഒരു 7,000, 8,000, 9,000 ഒക്കെ ആവും എന്നുള്ളത്. അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കിട്ടുമ്പോൾ വേറൊരു സന്തോഷം തന്നെയല്ലേ. അപ്പോൾ ഇന്ന് നൈറ്റ് ഞാൻ പനീർ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു ആലു പൊറോട്ടയൊക്കെ പോലെ തന്നെ പനീർ പൊറോട്ടയാണ് സ്റ്റഫ് ചെയ്തിട്ടുള്ളതും, പിന്നെ അതുപോലെ തന്നെ വെജ് ന്യൂഡിൽസുമാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഞാനും മേഗി അങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കാന്നുള്ള രീതിയിൽ ഇങ്ങനെ ഓർത്തിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ന്യൂഡിൽസ് പൈസയാണെന്നുണ്ടെങ്കിലും നൂഡിൽസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. റൂമിലേക്ക് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാഫും കാര്യങ്ങളും 24 അവേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് എന്തെങ്കിലും ഓട്ടോ അങ്ങനെ നമുക്കിപ്പോൾ പെട്ടെന്ന് വല്ല ടാക്സിയോ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഇവർ അറേഞ്ച് ചെയ്ത് തരും. പിറ്റേ ദിവസം മോർണിംഗ് ആയി നമ്മൾ ഉടുപ്പി പോയി വന്നിട്ട് രാവിലത്തെ ബുഫെ കഴിക്കുകയാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബട്ടൂര അതുപോലെ തന്നെ ചന്ന കടലയാണ് കേട്ടോ, ചന്ന മസാല. എന്തൊരു ടേസ്റ്റാണ്, എനിക്കിപ്പോൾ ഡബ് ചെയ്യുമ്പോഴടക്കം വായിൽ വെള്ളം വരണം. പിന്നെ ഒരു പ്രത്യേക തരം കൊഴുക്കട്ട ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലേക്കാളിലും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഉപ്മ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഉഴുന്ന് വട, ഇഡലി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡലി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ സാമ്പാറാണ് പ്രത്യേകം പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ സാമ്പാർ പൊടി വാങ്ങിയിട്ടാണ് കേട്ടോ വന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ സാമ്പാർ, ചട്നി, അതുപോലെ പൈനാപ്പിൾ ജ്യൂസ്, പിന്നെ അതുപോലെ കേസരി, നമ്മുടെ നോർമൽ ഒരു സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സംഭവം വേണ്ടേ, അപ്പോൾ അതിനാണ് കേസരി എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ക്യുക്കുംബർ ദോശ ഉണ്ടായിരുന്നു കേട്ടോ, അതെനിക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം തോന്നി. നെക്സ്റ്റ് ഡേ നമുക്ക് കിട്ടിയിരുന്നത് ഓണിയൻ ഉത്തപ്പമായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ദിവസം നമുക്ക് ക്യുക്കുംബറായിട്ട് ഇട്ടിട്ടുള്ള ഒരു ദോശയായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ബുഫേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, അതീവ ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ നോർമലി നമുക്ക് ബുഫേ അങ്ങനെ എല്ലാ പിന്നെ ഡിഷസും നമുക്കങ്ങനെ ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. ഞാൻ കണ്ടില്ലേ സാമ്പാർ പ്രിയ ആയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം. കാരണം അത്രയും സാമ്പാർ ഞാനൊരു 2-3 ഇഡലിക്ക് വേണ്ടിയിട്ട് ഞാൻ വിളമ്പിയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഭയങ്കര നല്ല ഫുഡായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളുടെ കേരളം വിട്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഭയങ്കര ഒരു നല്ലൊരു ഫീല് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല ഫുഡായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ഹാപ്പിയായി ഫുഡ് വയറ് നിറഞ്ഞപ്പോൾ. ഇവിടുത്തെ രാവിലത്തെ ഒരു ആംബിയൻസ് ആണ്. ഇത്രയും പേര് നിന്ന് ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കോഫി, അതുപോലെ കോൺഫ്ലെക്സും മിൽക്കും കുട്ടികൾക്കൊക്കെ ഉള്ളതും അങ്ങനെയൊക്കെ എല്ലാം നമുക്ക് എന്താണോ വേണ്ടത്, അത് ഇനിയിപ്പോൾ ഇല്ലാത്ത സംഭവമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. അവർ അപ്പോൾ റെസ്റ്റോറൻറ്റിൽ തന്നെ കിച്ചണിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ രാവിലെ ഭയങ്കര ക്രൗഡാണ്, കാരണം ഇവിടെയാണ് എല്ലാവരും സ്റ്റേ ചെയ്യണത്. കാരണം ഒന്നും പറയാനില്ല, അത്രയും കംഫർട്ടാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഇവൻറ്റ് നടത്തണം, ബീച്ചിൻ്റെ സൈഡ് തന്നെയാണ്, ഇവൻറ്റ് നടത്തണം, എന്തെങ്കിലും ബർത്ത്ഡേ പാർട്ടി, ഫംഗ്ഷൻ, മാരേജ്, റിസപ്ഷൻ എന്തോ ആയിക്കോട്ടെ, അതിന് വേണ്ട ഒരു സ്റ്റേജ് പോലും ഇവരിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതാണ് വേറൊരു സംഭവം പറയാനുള്ളത്. ലൈറ്റും കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗിയുണ്ട്. ആംബിയൻസ് ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാനും നമുക്ക് ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അത്രയും കാര്യങ്ങളുണ്ട് കേട്ടോ അവിടെ, ഓരോന്നായിട്ട്. പിന്നെ നമ്മളത് കഴിഞ്ഞതിന് ശേഷം നേരെ റൂമിലേക്ക് വന്നു. ഇത് വേറെ റൂമാണ്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതൊരു സംഭവമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ബാൽക്കണി, നമ്മൾ എടുത്ത റൂം ബാൽക്കണി ഇല്ലാത്തതാണ്. ഇത് ബാൽക്കണി വിത്ത് ബാൽക്കണി ഉള്ള റൂമാണ് കേട്ടോ. ഇവിടുന്ന് നേരെ നോക്കിയാൽ കാണുന്നത് എന്താ നോക്കൂ, ബീച്ച്, കടലിൻ്റെ സൈഡിൽ. അത്രയും നമുക്ക് വൈകിട്ടൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് ആ ഒരു ബീച്ചിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് കാണാനും ഒക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഫീലിൽ നിങ്ങൾ ഇരുന്നിട്ടുണ്ടോ അല്ലെങ്കിൽ പോയിട്ടുണ്ടോ? നല്ല രസമാണ്. നിങ്ങൾ എന്തായാലും മാൽപ്പേ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഐലാൻഡൊക്കെ കാണാൻ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇവിടെ വന്ന് സ്റ്റേ ചെയ്തേ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്ക് ഒരിക്കലും അതൊരു വേസ്റ്റായിട്ട് തോന്നില്ല, വേർത്തായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇവിടുത്തെ റൂംസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഡീലക്സ് റൂം, നമ്മൾ നോർമൽ അങ്ങനത്തെ, ഇപ്പം നിങ്ങൾക്ക് ഫാമിലി ആയിട്ടാണെന്നുണ്ടെങ്കിലും സ്യൂട്ട് റൂം ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒക്കെ രീതിയിലും, പിന്നെ അല്ലാതെ തന്നെ ഇപ്പോൾ ബാൽക്കണി, ഇപ്പം ഞാൻ കാണിച്ചതല്ലേ ബാൽക്കണി വിത്ത് ബാൽക്കണി ഉള്ള റൂംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് സ്പാ ട്രീറ്റ്മെൻറ്റ് അങ്ങനത്തെ എല്ലാം ഉണ്ട് കേട്ടോ. ഇനി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലുള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. റെസ്റ്റോറൻറ്റിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. നമുക്കെല്ലാവർക്കും ഭക്ഷണം കഴിക്കാനല്ലേ കൂടുതൽ ഇഷ്ടം. അപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. അതിന് തൊട്ടപ്പുറത്ത് ഇവിടേക്കാണ് കേട്ടോ വാഷ് ഏരിയയൊക്കെ വരുന്നത്. നമുക്ക് റെസ്റ്റോറൻറ്റ് വിട്ട് കുറച്ച് ദൂരെയാണ് വാഷ് ഏരിയ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഡിസ്കംഫേർട്ടൊന്നും തോന്നില്ല. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഞാനിത് വാതിലൊക്കെ തുറന്നിട്ട് ഇങ്ങനെ കയറി വരികയാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഓഷ്യൻ വ്യൂ ആയിട്ടാണ് ഇവിടെ റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലിയുടെ കൂടെ ഒക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഇഷ്ടത്തോടെ നമ്മൾ ഭക്ഷണം കഴിക്കും കേട്ടോ.
കാരണം ഈ ഒരു വ്യൂ ഒന്നും നമ്മുടെ കേരളത്തിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. നോർമലി റെസ്റ്റോറൻറ്റിലൊന്നും അങ്ങനെ നമുക്ക് എവിടെയും കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരോട് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ ഫുഡ് കഴിക്കാനും. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റണില്ലേ, നേരെ നോക്കിയാൽ തന്നെ നമുക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് നേരെ നോക്കിയാൽ തന്നെ നമുക്ക് കടലൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റും. അറ്റ് എ ടൈമിൽ തന്നെ ഒരു 50 മെമ്പേഴ്സിനെയൊക്കെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ രീതിയിലാണ് ഇതിൽ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ. അക്കോമഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈമിൽ നമുക്ക് ഇരുന്ന് കഴിക്കാം. 50 പേർക്കെങ്കിലും, മിനിമം ഒരു 50 പേർക്കെങ്കിലും നമുക്ക് ഇരുന്ന് സുന്ദരമായിട്ട് ഫുഡ് കഴിക്കാം കേട്ടോ. ഫുഡിനെ പറ്റി പറയാനാണ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, അതുപോലെ ടേസ്റ്റ് വൈസ് സൂപ്പറാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. സത്യം പറഞ്ഞു ഞങ്ങൾക്ക് മതിയായിട്ടില്ല കേട്ടോ, അവിടുന്ന് പോരാൻ വേണ്ടിയിട്ട്, തിരിച്ച് പോരാൻ വേണ്ടിയിട്ട് മതിയായിട്ടുണ്ടായിരുന്നില്ലേ. ഇവിടെ തന്നെ കുറച്ച് ദിവസം അങ്ങോട്ട് കൂടിയാലോ എന്നുള്ള ആലോചനയായിരുന്നു. ഇതേപോലെ മാൽപ്പേ ഉടുപ്പിയൊക്കെ പോണ സമയത്ത് നിങ്ങൾ ഡെഫിനറ്റ്ലി ഇവിടെ വന്ന് റൂം എടുക്കും കേട്ടോ. നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് അല്ലാതെ തന്നെ കിട്ടും. പിന്നെ അടുത്തത് ഇവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂളാണ്. പൂളിൻ്റെ സൈഡ് നമുക്ക് രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും ഒരു പ്രത്യേക ഫീലല്ലേ. പൂളിൽ കുട്ടികളെയും കൊണ്ട് ഇറങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമുക്ക് പോകാനാണെന്നുണ്ടെങ്കിലും വെള്ളത്തിൽ കളിക്കാൻ നല്ല ഇഷ്ടമല്ലേ. അപ്പോൾ ഒരു 3 ഫീറ്റിൻ്റെ ഒരു സൈഡിൽ, ഇത് ആ സൈഡിൽ 3 ഫീറ്റ്, ഞാൻ നിൽക്കുന്നത് ഒരു 4.6 ഫീറ്റിൻ്റെ അടുത്താണ് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് 6.6 ഫീറ്റിൻ്റെ അടുത്ത് അപ്പുറത്തേക്കും. അപ്പോൾ അങ്ങനെയാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുഞ്ഞു മക്കൾക്കാണെന്നുണ്ടെങ്കിൽ തൊട്ട ബാക്കിൽ തന്നെ ഒരു റൗണ്ടിൽ ഒരു ചെറിയൊരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ അവർക്ക് കളിക്കാനുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ കുറേ നേരം ഞങ്ങൾ വെള്ളത്തിൽ ഇങ്ങനെ ആർമാദിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാവരും എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ രണ്ടാമത് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത്. കാരണം നിങ്ങളെല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്കിങ്ങനെ പിടിച്ച് കളിക്കാം കേട്ടോ. നമ്മളിപ്പോൾ പൂളിൽ ഇറങ്ങുന്ന സമയത്ത്, ഇതൊന്നും ഞാനങ്ങനെ എല്ലായിടത്തൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ പൂളിൽ ഇറങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ പിടിച്ച് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നീന്താൻ വേണ്ടിയിട്ടും ഒക്കെ നല്ല ഒരു എളുപ്പമുള്ളൊരു സംഭവമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ഇപ്പുറത്തേക്ക് പോകാനും ഇതിങ്ങനെ പിടിച്ച് നീന്തിയിട്ടാൽ നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടും ഒക്കെ ഉള്ളത്. ഞാൻ ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. ഈ നേരെ കാണുന്നതാണ് സ്പാ ചെയ്യുന്നതിൻ്റെ സെക്ഷനാണ് കേട്ടോ അവിടെ. അപ്പോൾ പൂള് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്കിപ്പോൾ ഒരു ബാത്തൊക്കെ കഴിയുന്നതിൻ്റെ മുന്നേ സ്പാ ചെയ്തിട്ട് ബാത്ത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് നേരം പൂളിലൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ മണിക്കൂറോളം നിന്ന് കളിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ശരിക്കും ഞാൻ അമ്മേനെയും മുത്തശ്ശീനെയും അച്ഛനെയും ആളുനെയും കുട്ടൂനെയും ഒക്കെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവർ ഈ വീഡിയോ കാണുമ്പോൾ അയ്യോ ഞങ്ങൾക്ക് വരാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടം തോന്നില്ലേ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഡെഫിനറ്റ്ലി ഞാൻ എല്ലാവരെയും കൂട്ടിയിട്ട് പോവാം എന്നുള്ളൊരു കാര്യം. അപ്പോൾ പൂൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കുറേ നല്ല സ്പേസ് പൂളിന് വേണ്ടിയിട്ട് മാത്രം കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ നീരാടലൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമുക്ക് റൂമിലേക്ക് പോകാം എന്നുള്ളൊരു കാര്യം തീരുമാനിച്ചു. കാരണം ഇനിയും അവിടെ നീരാടിയും കൊണ്ടിരുന്ന നീരിറക്കം വരും, നീരാടൽ മാത്രമാവില്ല എന്ന് വിചാരിച്ചിട്ട് വേഗം അവിടുന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണ്ട. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ഓർഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള ചില്ലി ഗോപിയാണ് കേട്ടോ. അമ്പോ അപാര ടേസ്റ്റ്, ഒന്നും പറയാനില്ല. ഞാൻ എന്നിട്ട് ഇവരോട് ഈ റെസിപ്പി ചോദിച്ചാലോ എന്ന് വരെ ആലോചിച്ചു. ചിലപ്പോൾ അവർ പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ ഞാൻ നാടൻ കടില്ലേ എന്ന് വെച്ചിട്ട് ഞാൻ ചോദിക്കാണ്ടിരുന്നതായിരുന്നു. നല്ല ടേസ്റ്റ്. ഞാൻ എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കി ഇങ്ങനെ പറയുകയാണ്. കാരണം എനിക്ക് വെജായിട്ട് ഇപ്പോൾ അത്യാവശ്യം എനിക്കിഷ്ടമുള്ളതെന്ന് വെച്ചാൽ ചില്ലി ഗോബി ഡ്രൈ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഞാൻ ഗീ റൈസാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ജ്യൂസ് പിന്നെ ഡെഫിനറ്റ്ലി ഞാൻ ഓറഞ്ച് ജ്യൂസാണ് എപ്പോഴും കുടിക്കാറുള്ളത്. അങ്ങനെ ചില്ലി ഗോബി ഡ്രൈ ആയിട്ടുള്ളതും ഗീ റൈസും പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്താ ഉള്ളത് ഓറഞ്ച് ജ്യൂസും. ഇത്ര കേട്ടോ. ഒരു മിനി ലഞ്ച് എന്നുള്ള രീതിയിലാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് റെയ്ത്ത കിട്ടിയിട്ടുണ്ടായിരുന്നു, സാലഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നോർമലി പിക്കിള് പപ്പടം ഒക്കെ ഉള്ള രീതിയിൽ തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസ് ആട്ടോ. നമ്മളെ നാട്ടിലെ പോലെയല്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള റൈസാണ്. ഞാൻ വിചാരിച്ചു ഇവിടേക്ക് വരുമ്പോൾ ഫുഡ് അട്ടർ ഫ്ലോപ്പായി പോകുമെന്ന്. പക്ഷേ ആ ഒരു എക്സ്പെക്റ്റേഷനിലൊക്കെ കടന്നിട്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഹോട്ടൽ തന്നെയാണ്. ഞാൻ 100% പറയുകയാണ്. ഇനി വെക്കേഷനൊക്കെ അല്ലേ വരാൻ പോണത്, എന്തായാലും പെട്ടെന്ന് ട്രിപ്പ് പ്ലാൻ ചെയ്തോളൂ. പിന്നെ വൈകുന്നേരമായി, നമ്മൾ സമയമൊന്നും കളഞ്ഞില്ല. പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചറിയോ, ബീച്ചിലേക്ക് വരാം. കാരണം എൻ്റെ ഇന്നലെ നടക്കാതെ പോയൊരാഗ്രഹം ഇന്ന് നടത്താൻ വേണ്ടിയിട്ട് ഞാൻ വേഗം തന്നെ ചാടപടി ഷർട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ഇത്തിരി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പോഷ ലുക്കൊക്കെ കൊടുത്ത് ക്യാപ്പൊക്കെ വെച്ചിട്ട് വന്നതാണ് കേട്ടോ.
ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കയറുന്ന വരെ എനിക്ക് അങ്ങനെ ടെൻഷനില്ല. കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈശ്വരാന്നായിപ്പോയി. കാരണം ഈ ഒരു ഒട്ടകം എൻ്റെ നാള് പ്രകാരം ഞാൻ ഒട്ടകമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തോ ഒരു ഭയങ്കര അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു ഒട്ടകത്തിനോട് കണ്ടപ്പോൾ. ഇവിടെ മറ്റേ കുതിരയുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒട്ടകത്തിനെയാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമായത്. എനിക്ക് ഭയങ്കര പാവം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു അതിൻ്റെ മുകളിലൊന്ന് കയറിയാലോ. പാവം തോന്നി എൻ്റെ മുകളിൽ കയറിയിരുന്ന എന്നെ വേദനിപ്പിക്കണം നിങ്ങൾ ആരും പറയരുത് കേട്ടോ. അങ്ങനെയല്ല, എനിക്ക് വീഡിയോ എടുക്കണം എന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നടക്കുകയല്ലേ, ശരിക്കും ഞാൻ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ആലോചിച്ചത് താഴെ വീണ് കഴിഞ്ഞാൽ എന്തായാലും മണലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പേടി വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ച് നാരായണ നമശിവായ ചൊല്ലിയിരിക്കേണ്ട അവസ്ഥയായി പോയിട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളധികം വെയിറ്റ് ഒന്നുമില്ല, പേടിയൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളത്. പക്ഷേ എനിക്ക് കയറണം എന്നുള്ള ആഗ്രഹം, എന്ത് വന്നാലും എനിക്ക് കയറണം എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് മാത്രം കയറിയതാണ്. പേടി ഉണ്ടെങ്കിലും ഞാൻ കയറും എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അയ്യോ ഒന്നുകൂടെ കയറായിരുന്നു, ഒരു തവണയും കൂടെ അപ്പുറത്തു കൂടെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. 100 രൂപയാണ് കേട്ടോ ഈ ഒരു കുഞ്ഞു ഒട്ടകത്തിൻ്റെ മുകളിൽ കയറി ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ ചാർജ് ചെയ്യണത്. 2 ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ 2 ആൾക്കും ഒരുമിച്ച് തന്നെ കയറാൻ വേണ്ടി പറ്റും. 2 ആൾക്കാകുമ്പോൾ 200 രൂപയേ ഉള്ളൂ കേട്ടോ. അവർക്ക് ഈ ഒരു ഒട്ടകത്തിനെ നോക്കുകയും വേണ്ടേ. പിന്നെ 2 ഒട്ടകമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്യാമൽ റൈഡിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്കും ട്രൈ ചെയ്യാൻ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ ഒരു മാൽപ്പേ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇവിടെ ആകുമ്പോൾ അധികം ക്രൗഡഡ് ഏരിയ അല്ല. പിന്നെ അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഷോപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ നോർമൽ കോഴിക്കോട് ബീച്ചിലൊക്കെ അകത്തൊക്കെ ഷോപ്പില്ലേ കുറേ, ഇത് അതുപോലെയല്ലല്ലോ. കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് ഉള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇഷ്ടമാവും. എന്തായാലും നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഞാനിങ്ങനെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ആ ഒരു ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഇതിൻ്റെ പുറത്ത് കയറിയിരുന്ന് ഞാൻ എല്ലാം മതിമറന്ന് ഞാനിങ്ങനെ എൻജോയ് ചെയ്യണ സമയത്ത് എൻ്റെ ക്യാപ്പ് അവിടെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ക്യാപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ചിങ്ങോട്ട് പോകുമായിരുന്നു. അപ്പോഴാണ് അയാൾ പറഞ്ഞ് അയ്യോ പൈസ തന്നില്ല മാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പൈസ ഓർത്ത് പോയി, മറന്നു പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ക്യാഷൊക്കെ കൊടുത്തിട്ട് തിരിച്ച് ക്യാപ്പൊക്കെ എടുത്തിട്ട് ഇതാ എല്ലാവരും ഇങ്ങനെ നീന്തി കുളിക്കുകയാണ് കേട്ടോ. അവിടെ സ്പീഡ് ബോട്ടിങ്, കയാക്കിങ് എല്ലാവിധ എൻ്റർടൈൻമെൻറ്റും ഉണ്ട്. അതിനുശേഷം നന്നായിട്ട് വിശന്നിരിക്കുകയായിരുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വിശപ്പ് പോയി. നെമോസിലേക്കാണ് കേട്ടോ വന്നത്. ഇതും നമ്മുടെ സെയിം ഇവരുടെ തന്നെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നെമോസ് നിങ്ങളെല്ലാവരെയും കാണിക്കാൻ വേണ്ടി ഇന്നലെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആംബിയൻസ് വൈസ് നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടും വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ നമുക്കൊന്ന് പ്രൈവസി ഒക്കെ ആഗ്രഹിക്കണവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇവിടെ പോയി നോക്കൂ കേട്ടോ. ഇവിടെ വെജ് ഫുഡും അവൈലബിൾ ആണ് കേട്ടോ. ഇനിയിപ്പോൾ അത് നിങ്ങൾ അയ്യോ ഇവിടെ വെജ് ഫുഡ് ഇല്ലേ എന്നുള്ള രീതിയിൽ എടുക്കണ്ട, വെജ് ഫുഡും കൂടെ ഉണ്ട്. അപ്സ്റ്റെയർ ആയിട്ടും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ മേലെ നമുക്ക് ഇങ്ങനെ ഒരു വൈക്കോൽ കൂടാരം പോലെ മേലെ ആ ഒരു സെറ്റപ്പാണ്. അതെനിക്ക് അധികം കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഇവിടെ ഓരോന്ന് അറേഞ്ച് ചെയ്തത് ഇവർ ഓരോ സ്പേസും ഇവർ അത്രയും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ എല്ലാ സ്പേസും എല്ലാ കോർണേഴ്സ് വരെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുകയാണ്. ഇവിടെ ആണെന്നുണ്ടെങ്കിലും ശരിക്കും നല്ലൊരു ഭംഗിയുള്ളൊരു കഫേ ആയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ആകെ ഒരേ ഒരു നിരാശ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മേനെയും അച്ഛനെയും മുത്തശ്ശിനെയും കുട്ടൂനെയും ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ, അവർക്ക് ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നാണ്. പക്ഷേ എന്നാലും അങ്ങനെയല്ല, നെക്സ്റ്റ് ടൈം ഞാൻ എന്തായാലും അവരെയും കൊണ്ട് വരാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് അക്വേറിയം ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനെ നമുക്ക് കുറച്ച് കുട്ടി സാധനങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇവർ അറേഞ്ച് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒട്ടും ബോറടിക്കില്ല. നമ്മൾ നോർമലി ഫുഡ് കഴിക്കാൻ വരുന്ന ഓരോ റെസ്റ്റോറൻറ്റിലാണെന്നുണ്ടെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു സംഭവമല്ലേ ഉള്ളൂ. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് നമുക്ക് കാണാനും ഫോട്ടോ എടുക്കാനും അതിനൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ വരുന്ന സമയത്ത് അവരെയൊക്കെ കൊണ്ടുവരുമ്പോൾ അവർക്കും കൂടുതൽ നന്നായിട്ട് ഇഷ്ടമാകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ മതിമറന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഇവിടുത്തെ ഫോട്ടോസും വീഡിയോസൊക്കെ കവർ ചെയ്യാനുണ്ടായിരുന്നു. എല്ലാം നിങ്ങളെ കാണിക്കണ്ടേ, അപ്പോൾ എല്ലാം കവർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട്
ഇപ്പം നിങ്ങൾക്ക് അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ തന്നെ ഫുഡ് കഴിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ സെയിം ഇവരുടെ തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വന്നിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആംബിയൻസിൽ ഇരുന്നിട്ട് കഴിക്കാൻ പറ്റും. ഓഷ്യൻ വ്യൂ റെസ്റ്റോറൻറ്റ് നമ്മുടെ നേരെ മേലെ തന്നെയാണ്, ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇത് വന്നിട്ട് നേരെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബിൽഡിംഗ് ഒക്കെ വെച്ച് ഇവർ പാർട്ടീഷൻ ചെയ്തിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എനിക്കിത് എന്തുകൊണ്ടും വേർത്തായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. പിന്നെ അതുപോലെ ഒന്ന് ഭയങ്കര പ്രൈവസി ആയിട്ട് നിങ്ങൾക്ക് ഇരുന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വീട്ടുകാരുടെ കൂടെയൊക്കെ സംസാരിച്ച് ഫുഡൊക്കെ കഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങനെ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നിങ്ങനെ വരികയായിരുന്നു. എനിക്കൊരു സോഡാലയം കുടിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടുന്ന് കുടിക്കാൻ മറന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സ്ട്രീറ്റ് ഫുഡൊന്നും ഞാൻ ഒന്നും ട്രൈ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം പണി വാങ്ങിക്കാൻ വേണ്ടി എനിക്ക് വയ്യ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എപ്പോഴും സ്ട്രീറ്റ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ 8ൻ്റെ പണി കിട്ടാറുണ്ട്. 3-4 ദിവസം ടോയ്ലറ്റ് തന്നെ ഇരിക്കേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, സ്ട്രീറ്റ് ഫുഡ് എനിക്ക് ചാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ ചാട്ടുകളൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു കുറച്ചും കൂടെ നല്ല വൃത്തിയുള്ള ഏരിയ ഏതാണെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുന്ന് സോഡാലയം കുടിച്ചിട്ടുണ്ടായിരുന്നു. മസാല ഫ്ലേവർ ആദ്യം നോക്കി. പക്ഷേ മസാല ഫ്ലേവർ 40 രൂപയുണ്ട്. ജസ്റ്റ് ആ ഒരു പൗഡർ ഇടുന്നതേ ഉള്ളൂ. നമ്മൾ ഈ ചാട്ട് മസാലയുടെ പൗഡർ ഇടുന്നതേ ഉള്ളൂ കേട്ടോ. വേറെ പ്രത്യേകിച്ച് സംഭവമൊന്നും ഇല്ല. അങ്ങനെ ഞാൻ ചെറുമുറു കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി ഇവിടുത്തെ എനിക്കറിയില്ല, പൊതുവേ നല്ല ടേസ്റ്റാണ്. നമുക്കത് കാണാം. ചെറുമുറു അത് കഴിഞ്ഞാൽ ചേച്ചി അതിലേക്ക് കുറേ പൊടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരി വിതറി എറിയണുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ടേസ്റ്റ് വൈസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം ഹൈജീനായിട്ട് തോന്നി ഈ ഒരു ഷോപ്പ് കണ്ടപ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ ഇനി ഭംഗിയായിട്ട് വേറെ നോക്കിയില്ലേ, നമുക്ക് ഇപ്പോഴല്ലേ ഈ ആഗ്രഹം സാധിക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുത്ത് കാണുന്ന സമയത്ത് അയ്യോ എനിക്കത് കഴിക്കായിരുന്നു എന്ന് തോന്നിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കവർ, ഇങ്ങനത്തെ ഒരു കവർ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് 40 റുപ്പീസാണ് കേട്ടോ. ഈ ഒരു ചെറുമുറു നല്ല പേര്, ഞാൻ അന്ന് അങ്ങനെ വിളിക്കണത് ചെറുമുറിന് 40 രൂപയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് നമ്മൾ നന്നായിട്ട് അലഞ്ഞ് തിരിഞ്ഞ് നടന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ റൂമിലേക്കാണ്, നമുക്ക് 2 പേർക്കുള്ള ഫുഡ് നമ്മൾ റൂമിലേക്ക് ഓർഡർ ചെയ്തു. ബാക്കി എല്ലാവരും പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ബട്ടർ തന്തൂരി റൊട്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ പനീർ സ്മോക്ക്ഡായിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്ത പനീറില്ലേ, നമ്മളുടെ സ്റ്റഫ് ചെയ്തല്ല സ്മോക്ക് ചെയ്തിട്ട് ഗ്രിൽഡ് പനീർ, നമ്മുടെ പനീർ ടിക്ക പോലെ തന്നെ സെയിം തന്നെ പനീർ ടിക്ക. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് ഇവരുടെയൊക്കെ ഇതിൻ്റെ റെസിപ്പി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. വീട്ടിലെത്തിയിട്ട് ട്രൈ ചെയ്തിട്ട് എനിക്ക് നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരാമല്ലോ. അപ്പോൾ ഞാൻ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം നമുക്ക് ദാൽ കറിയാണ്, ദാൽ ടിക്ക എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ നാട്ടിലെ ടേസ്റ്റ് അല്ലല്ലോ, ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയില്ലേ, നമ്മൾ ഓരോരോ സ്റ്റേറ്റിൽ ഓരോരോ ടേസ്റ്റ് അല്ലേ വരിക. അപ്പോൾ പിന്നെ 2 ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാത്രം തുടച്ച രീതിയിൽ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പനീറൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ രാത്രിയാകുമ്പോൾ ഭയങ്കര ഒരു സ്വീറ്റ്നെസ് കഴിക്കാൻ തോന്നി. കാരണം നമ്മൾ ഇത്രയും എരിവുള്ളത് കഴിച്ചപ്പോൾ കുറച്ച് സ്വീറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി തോന്നിയപ്പോൾ ഞാൻ മാത്രമേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു കോൾഡ് കോഫി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഇന്നാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്ന ദിവസം, വെക്കേറ്റ് ചെയ്യുന്ന ദിവസമാണ്. ലഗേജും കാര്യങ്ങളൊക്കെ ഞാനിവിടെ പാക്കാക്കി വെച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ സ്പീഡിൽ പോയി മുകളിൽ പോയിട്ട് നമ്മൾ ഫസ്റ്റിലാണ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ ബുഫേ വന്നിട്ട് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ന് സ്പെഷ്യലായിട്ട് ആലു പൊറോട്ട, അതുപോലെ തന്നെ നമ്മുടെ മസാല ബോണ്ട, പിന്നെ അതുപോലെ സാമ്പാർ, റവ ഇഡ്ഡലി, പിന്നെ അതുപോലെ തന്നെ ഉപ്മ, പിന്നെ ഓണിയൻ ഊത്തപ്പം, ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള സംഭവങ്ങൾ. എല്ലാം നല്ല ടേസ്റ്റാണ്. എങ്ങനെ ഇവർക്ക് ഈ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ വയറ് നിറച്ച് കഴിച്ചു ഞങ്ങളെല്ലാവരും. ഇന്നിപ്പോൾ നാട്ടിലേക്ക് പോവുകയാണ്. ഇത് വന്നിട്ട് നമ്മൾ റൂമിൽ തന്നെ ഉള്ള നേരിട്ടുള്ളൊരു കാഴ്ചയാണ്. നമ്മൾ നോർമലി ബാൽക്കണി ഇല്ലാത്ത റൂമിന് ഈ ഒരു ആംബിയൻസ് ആയിരിക്കും കിട്ടുക. കാരണം നമുക്ക് നേരെ തന്നെ ഗാർഡൻ കാണാൻ പറ്റും. പിന്നെ അതുപോലെ ഒരു കുറ്റി കണ്ട് അങ്ങനെ നടക്കണം, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ നമുക്ക് നമ്മുടെ കടലും ഇതേപോലെ തന്നെ റൂമിലിരുന്ന് തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ട്രിപ്പിൻ്റെ. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അമ്മേനെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റാണ്. പിന്നെ അമ്മയ്ക്ക് കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് വീട്ടിലെത്തിയിട്ട് ഞാൻ എന്തൊക്കെയാണോ വാങ്ങിച്ചു കൊണ്ടുവന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ ഇടാം കേട്ടോ. ഭയങ്കര വെയിലാണ് കേട്ടോ ഇപ്പോൾ.
ഇപ്പോൾ കറക്റ്റല്ലേ? ആ ഓക്കെ. ഭയങ്കര വെയിലാണ് ഇവിടെ. ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു കേട്ടോ. രാവിലത്തെയൊക്കെ ബൊഫെ ഫുഡ് നല്ല ഫുഡായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി ഈ പാരഡൈസ് ഹോട്ടൽ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഇവിടെ വരുമ്പോൾ വിസിറ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും മസ്റ്റ് ട്രൈ ഹോട്ടലാണിത്. നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനാണെങ്കിലും ഫുഡാണെങ്കിലും ഇവരുടെ സർവീസ് ആണെന്നുണ്ടെങ്കിലും പെർഫെക്റ്റാണ്. ഒന്നും നമുക്ക് അയ്യോ ഇത്ര നന്നാക്കായിരുന്നു എന്ന് പറയാനില്ല.